ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളുള്ളത് മുക്കം കോസ്വേയിലാണ്. ഇവിടെ പ്രത്യേക രസമായിട്ട് ഇവിടെ കാണാൻ. നിങ്ങൾ നോക്കിയേ. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പമ്പയാറ്റിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സാധനം പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിയിരിക്കില്ല. എനിക്ക് മീനൊന്നും പിടിക്കാറില്ല. നമ്മുടെ ചങ്കുണ്ട്, സോനു ബ്രോ ഉണ്ട്. സോനു ബ്രോ, എങ്ങനെ ഇന്ന് നമ്മുടെ പരിപാടി എന്താ? അതെ, നമുക്ക് ഇന്ന് ഒരു വാള പിടിക്കാനുള്ള തീരുമാനം. അതെ, ഇന്ന് നമ്മളൊരു വാള പിടിച്ചിരിക്കും. അതാണ്. അതെ, കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്. ഈ സ്ഥലത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ചാൽ മുക്കം കോസ്വേ ആണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ പമ്പയാറാണ്. പമ്പയാറ് നമ്മൾ ഓപ്പോസിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കക്കാട്ടാറല്ലേ? അവിടെ അതെ അതെ, രണ്ടാറും കൂടെ ചേരുന്ന ഇതാണ്. പമ്പയും ഇതും കൂടെ ചേരുന്നതാണ് കക്കാട്ട. ഇതും എല്ലാം കൂടെ വരുന്നത്. അതെ അതെ അതെ, ആ കാണുന്നതാണ് കക്കാട്ടാറല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ, മുമ്പേ കാണിച്ച ലൊക്കേഷൻ പമ്പയാറ്. ഓക്കെ ഓക്കെ. ഗൈസ്, നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റുവാണ്. നമ്മുടെ ഫ്രണ്ട്സിന് അത്യാവശ്യമായിട്ട് എവിടെ പോകേണ്ടി വന്ന്. അപ്പോൾ അതേ നമ്മളിവിടെ കുറച്ച് ചേട്ടന്മാർ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവരുടെ അടുത്തോട്ട് പോവാണ്. പക്ക തനി നാടൻ രീതിയിൽ മീൻ പിടിക്കുന്നത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ മീൻ പിടിക്കാൻ നമ്മുടെ ചേട്ടനുണ്ട്. ചേട്ടാ പേരെന്ന് പറയാമോ? ജയൻ. നിങ്ങളെങ്ങനെ മീൻ പിടിക്കുന്നേ? ചൂണ്ടയല്ലേ? പഴയ രീതിയിൽ സാധാ ചൂണ്ടയിട്ടല്ലേ? അടിപൊളി. ചേട്ടാ, നിങ്ങൾ എത്ര മണിക്കൂറൊക്കെ മീൻ പിടിക്കും? ഒരു മണിക്കൂർ. ഒരു ദിവസം എത്ര മീനൊക്കെ കിട്ടുമായിരിക്കും? 7-8. ഓക്കെ. ഡെയിലി ചെയ്യുന്നൊരു പരിപാടിയാ? ഞായറാഴ്ച ദിവസം മാത്രം. ഓ, ഏത് മീനൊക്കെ കിട്ടുന്നത് കൂടുതൽ? വാഗയല്ലേ? ഓക്കെ. കൂരി, ചെറുമീൻ. ഓക്കെ. അപ്പോൾ നമ്മൾ പമ്പയും കക്കാട്ടാറൂടെയും യോജിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പമ്പ നദിയുടെ നടുക്കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വറവായതുകൊണ്ടാണ് ഫുള്ള് വെള്ളമൊക്കെ പറ്റി കിടക്കുവാണ്. ധീരജ് ബ്രോ, ഇവിടെ ആണല്ലോ രണ്ടുകൂടെ കൂട്ടിമുട്ടുന്നത്? സംഗമിക്കുന്ന സ്ഥലം അല്ലേ? ആണല്ലേ? ഓ, ഫുള്ള് ലാൻഡ്സ്കേപ്പ് മാറി. ഓ, നൈസ് ഫ്രെയിം. പൊളി. നൈസ് ഫ്രെയിം. രക്ഷയില്ല. നൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. പടത്തുമൊഴി പാലല്ലേ ഇതല്ലേ? ഓക്കെ. അടിപൊളി ഒരു സൺസെറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷയില്ല ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു വൈബ് ഉണ്ടെന്ന്. ഓ, നൈസ്. അപ്പോൾ നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ മര്യാദയ്ക്ക് മീനെ പിടിക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും നമുക്ക് അടിപൊളി ഒരു ഈവനിങ്, നല്ലൊരു പൊടി വൈബ് കിട്ടി, നല്ലൊരു സൺസെറ്റ് കിട്ടി. എന്താണ് പറയുക, നിങ്ങളിങ്ങോട്ട് വരാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. നമ്മൾ പക്ക പമ്പയാറിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. കക്കാട്ടാറും പമ്പയാറൂടെ ചേരുന്ന കറക്റ്റ് മധ്യഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ആരും വരാൻ ഞാൻ പറയത്തില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, കണ്ടാസ്വദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.